ഹായ് ഗായ്സ്, എല്ലാവർക്കും വീട്ടിൽ ഒരു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പുള്ളിയുടെ വീട്ടിൽ കയറിയപ്പോൾ എനിക്കൊരു അമേരിക്കൻ സ്റ്റൈൽ ഫീൽ ചെയ്തു, ഒരു പുതുമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്തു. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് നേരെ വീട്ടിലെ വിശേഷങ്ങളോട്ട് പോകും. ഓക്കെ ഗൈസ്, ഈ വീട് മാരേജ് ഹോസ്റ്റിനും പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുകൂടാതെ ഈ വീടിൻ്റെ ഒരു വിർച്വൽ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. ഹായ് അങ്കിൾ. ഹായ്. അങ്കിളിൻ്റെ പേരെന്താ? എൻ്റെ പേര് ബെന്നി. ബെന്നി. അങ്കിൾ എവിടെ താമസിക്കുന്നത്? ഞാൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ എവിടെ? മിഷിഗണിലെ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഓ, മിഷിഗൻ ആണല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ അങ്കിളെ, ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇവിടെ കണ്ടുവരുന്ന വീടുകൾ പോലെ അല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? വെസ്റ്റേൺ കൊളോണിയൽ ആർക്കിടെക്റ്റ് ഓപ്പൺ ഫ്ലോർ പ്ലാൻ ആണ്. അതെ, അമേരിക്കയിൽ ഇങ്ങനെയുള്ള വീടുകളാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഉള്ളതായിട്ടോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു 3 ഫ്ലോർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നിക്കും. അതെ അതെ. അപ്പോൾ നമുക്ക് കയറുമ്പോൾ കുറച്ച് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണല്ലേ അതിന്റെ മെയിൻ പ്രത്യേകത ആർക്കിടെക്ചർ. കയറുമ്പോൾ ഒരു ഹൈ സീലിംഗ്, അപ്പൊ അത് സാധാരണ ഇവിടുത്തെ ബിൽഡിംഗ് രീതി അനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതത്ര നോർമൽ അല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ അതെ. അപ്പൊ നമ്മൾ ആ കയറി കഴിയുമ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഹൈ സീലിംഗിന്റെ ആ ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കയറിയാലോ? നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ഓ, ഇതാണല്ലോ ഞങ്ങൾ പറഞ്ഞ ഒരു ആർക്കിടെക്ചർ അല്ലേ? ഇവിടെ ഇത്ര സ്ഥലം ആൾക്കാർക്കൊക്കെ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സൗകര്യം. ഇതിന് ഫോയർ എന്ന് പറയും. പിന്നെ ഇത് ഫോർമൽ ആയിട്ടുള്ള ലിവിംഗ് റൂം, നല്ല സ്പേഷ്യസ് ആണല്ലോ. പിന്നെ ഇത് ഫോർമൽ ആയിട്ടുള്ള ഡൈനിങ് റൂം. നമുക്കിനി കിച്ചണിലേക്ക് പോകാം. ഓക്കെ. ഒരു ഓപ്പൺ കിച്ചൺ ആണല്ലേ? ഇതാണ് ഓപ്പൺ കിച്ചൺ ആണ്. ഇതാണ് ഗസ്റ്റ് റൂം. അത് നമ്മളിങ്ങനെ ഫുള്ള് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. ഇതാണ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടല്ലോ. ഉണ്ട്. അതെന്താ പ്രത്യേകത? അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഈ സാധാരണ ഇവിടെയൊക്കെ പണിയുമ്പോൾ ഇത്രയും ഹൈറ്റ് ഇല്ല. അത് ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ലെവലില് കൗണ്ടറിന് ഓൾമോസ്റ്റ് വന്നാല് നമുക്ക് ഒരു സാധനം എടുക്കുകയും പൊക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നടുവിന്റെ സ്ട്രെയിൻ കുറയും. അപ്പോൾ ഈ സാധാരണ നമ്മൾ വീട്ടമ്മമാർക്ക് ഈ നടുവിനൊക്കെ ഉള്ള വിഷമം കൂടുതൽ വരുന്നത് അവർ ഈ കണ്ടമാനം കുനിഞ്ഞു നിന്ന് ഈ സാധനങ്ങൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും അവരുടെ ചെസ്റ്റ് ലെവലിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ വരുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉണ്ടാകാവുന്ന ഇഞ്ചുറി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ കിച്ചണിലും ശ്രദ്ധിച്ചു ആ ഒരു ഹൈറ്റ് എല്ലാത്തിലും ത്രൂ ഔട്ട് നമ്മൾ കൗണ്ടർ ടോപ്പും അമേരിക്കൻ സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് നമ്മളത് പണിതിരിക്കുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. ഞാൻ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചു കയറുന്നു. ഇത്രയും വലിയ വീട് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇച്ചിരി ടഫാണ്. നമ്മൾ അമേരിക്കയിലാണല്ലോ. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളിങ്ങനെ വല്ലപ്പോഴും വെക്കേഷന് വരും. പക്ഷേ എങ്കിൽ ഇത് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പേര് ഡൊമിനിക് എന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടാം. ഇതാണ് മിസ്റ്റർ ഡൊമിനിക്. ഇത് പാർട്ടി ഇതായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? നമുക്ക് എങ്ങനെ ഇത് വെബ്സൈറ്റ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇത് ഫാമിലി റൂം. അപ്പൊ ഫാമിലി റൂമിൽ നിന്ന് നമ്മൾ കയറി വരുന്ന ഭാഗത്തേക്ക് വരും. ഇവിടെ ഒരു ഗരാജും ഉണ്ടല്ലേ? നമുക്ക് ടോട്ടൽ എത്ര ഗരാജ് ഉണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന വണ്ടി ഇടാനായിട്ട് ഇവിടെ ഒരു ഗരാജ്. ഇവിടെ ഒരു ഗരാജ് ഉണ്ട്. പിന്നെ താഴെ ഒരു ഗരാജ് ഉണ്ടല്ലേ? അതെ. അപ്പൊ അത് അണ്ടർഗ്രൗണ്ടില് വേറെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗരാജും കൂടി ഉണ്ട്. നമുക്ക് നേരെ റോട്ടിൽ നിന്ന് കയറി വരണം. അവിടെ പാർക്ക് ചെയ്താലും നമുക്ക് ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് പോകാം. പിന്നെ നമുക്ക് സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട്, റിമോട്ടാണ്. പിന്നെ ഇവിടെ റിമോട്ട് ഓപ്പണർ ഉണ്ട്. നമ്മളിത് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ
ഒരു നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറയുന്ന ആൾക്കാർ വരും, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഇല്ല. നമുക്ക് കുറച്ച് എല്ലാം സെക്യൂർഡ് ആയിട്ട് പിന്നെ നമ്മൾ ഫാമിലി റൂമിലേക്കാണ് കയറുന്നത്. അപ്പൊ പിന്നെ കഥ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം സെക്യൂരിറ്റി കിട്ടും. മുകളിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും. താഴെ 2 ബെഡ്റൂം, 2 മാസ്റ്റർ ബെഡ്റൂം പ്ലാനാണ്. ഓക്കെ, ടോട്ടൽ എത്ര ബെഡ്റൂംസ് ഉണ്ട് നമുക്ക്? 5 ബെഡ്റൂം ഉണ്ടല്ലേ. അപ്പൊ നമുക്കൊരു വേണേലും ഒരു കല്യാണം വരെ കൂടെ നടത്താം അല്ലേ? ഇതൊരു ബെഡ്റൂം. ബെഡ്റൂം നമ്പർ 1 അല്ലേ? അതെ, മേളിലെ താഴെ 2 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മള് മറ്റേ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടുന്ന് 2 ഡോർ ഉണ്ടല്ലേ? നമുക്ക് റൂമിൽ നിന്നും ആ മുറിയിലുള്ളവർക്കും ഈ മുറിയിലുള്ളവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ബാത്റൂമാണ്. അപ്പൊ അവർക്ക് അവരുടെ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് അടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രൈവസി കിട്ടുകയും ചെയ്യും, ഈ റൂമിലുള്ളവർക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അത് അമേരിക്കയിൽ അത് ജാക്ക് ആൻഡ് ജില്ല് എന്ന് പറയും, ജാക്ക് ആൻഡ് ജില്ല് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബും ഉണ്ടല്ലേ? ഇതാണ് നമ്മള് വാക്കിൻ ക്ലോസറ്റ് എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഹാങ്ങറിൽ ഇടുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു മുറിയിലുള്ളവർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ള പ്രൈവസി ഉണ്ട്. എലിവേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇച്ചിരി എക്സ്ട്രാ സ്പേസ് കിട്ടി. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ്റൂം ആക്കാമായിരുന്നു. അതിന് പകരമായിട്ട് നമ്മളൊരു ഹോളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബെഡ്റൂം ആവശ്യത്തിനുണ്ടല്ലോ. അതെ. അങ്ങോട്ടൊന്ന് ഇറങ്ങി നിൽക്കുക, എന്തായാലും കാണാം. ഫുൾ വ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു കിട്ടും, നല്ല കാറ്റും കൊള്ളാനും. ഒരു 3-4 ഒരു 4 to 5 കിലോമീറ്റേഴ്സിലുള്ള ഐസൈറ്റ് ഇവിടുന്ന് കിട്ടും. നല്ല ക്ലിയർ സ്കൈ കാണാമല്ലോ. അതെ. നമുക്ക് താഴെ ഇനി 2 ബെഡ്റൂം ഉണ്ടല്ലേ? ഇവിടെ ജക്കൂസി അങ്ങനെയുള്ള സംഭവങ്ങളും ഇതാണ് മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ അത് ഈ കൊളോണിയലിനകത്ത് ആ ബിൽഡിംഗ് സ്ട്രക്ചറിനകത്ത് ഇതിന് മാസ്റ്റർ ബെഡ്റൂം സ്യൂട്ട് എന്ന് പറയും. അതാണ് ഇതിന്റെ അകത്തൊരു ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ മുറി, വിശാലമായിട്ടുള്ള ഒരു മുറി, പിന്നെ ജക്കൂസി, പിന്നെ നമുക്ക് സിറ്റിങ്, ഷവർ സെപ്പറേറ്റ്. ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നത് അല്ലേ? പിന്നെ ഇതിന്റെ ക്ലോസറ്റ്, ഇതിന്റെ വാളിന്റെ ഉള്ളില് ബാത്റൂം ക്ലോസറ്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുണിയൊക്കെ ഇടുന്ന ഹാങ്ങർ ഇടാനുള്ള സൗകര്യം. വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാസ്റ്റർ ബെഡ്റൂമിലുള്ള ആൾക്കാർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പാറ്റിയോ ഉണ്ട്. അത് ഞാൻ കാണിക്കാം. ഓരോ റൂമിലോട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരുമല്ലോ. അപ്പം ഇതാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് കിട്ടും, നമുക്കൊരു പ്രൈവസി ഉണ്ട്. ആ മെയിൻ ടൈമിൽ നമുക്ക് നല്ല വ്യൂവും കിട്ടും. അപ്പൊ ഇത് ഈ ഹോൾവേ കൂടെ നമുക്കിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താഴത്തെ ലിവിങ് റൂമിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ല വ്യൂ കിട്ടും. അപ്പൊ നമുക്കൊരു കയറി വരുന്ന ആൾക്കാർ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ വെച്ചിട്ട്. ഞാൻ നാട്ടിലൊന്നും ഇതേപോലത്തെ ഒരു വീട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഇവിടെയാണ് നിന്നത്. പിന്നെ ഇവിടെ എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആയാലും ഹോട്ടൽസ് ആയാലും പിന്നെ ഇവിടുത്തെ ഗ്രാൻഡ് അറീന കൺവെൻഷൻ സെൻറ്റർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനോ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ നേരത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ആൾക്കാർക്ക് വല്ല കോണ്ടാക്ട് ചെയ്യണമെന്നോ പാർട്ടി ഹോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് നമുക്ക് വെർച്വൽ ടൂർ ഉണ്ട്. നമുക്ക് വിർച്വൽ ടൂർ എല്ലാം അങ്ങനെയുള്ള നമുക്ക് അത് മുഴുവനും നമ്മൾ ഡിജിറ്റലായിട്ട് ഡ്രോമൊക്കെ വെച്ച് നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന വെർച്വൽ ടൂർ ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയിക്കാൻ ഈ വീടിന്റെ എല്ലാ ഡീറ്റെയിൽസും സംഭവങ്ങളെല്ലാം കിട്ടും. അപ്പൊ അതിനകത്ത് അങ്കിളിന്റെ നമ്പർ ആയിരിക്കുമല്ലോ ഉള്ളത്? എന്റെ നമ്പറാണ്. ഓക്കെ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.